ഭാരതീയ കാഴ്ചപ്പാടിൽ എന്താണ് ഫെമിനിസം? എന്നും സ്ത്രീ റെസ്പെക്ട്ഫുൾ ആയിരിക്കണം. എല്ലാ ക്രിയകളും അഫലമാണ് സ്ത്രീകളെ റെസ്പെക്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്നാണ്. ഒരിക്കലും സ്ത്രീനെ അപമാനിച്ചാൽ ആ രാഷ്ട്രത്തിന് ഒരിക്കലും ശ്രേയസ് ഉണ്ടാവില്ല. ഇപ്പൊ ഹൈന്ദവ ആചാരങ്ങളിൽ എവിടെയും സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. ശങ്കരാചാര്യരെ പോലുള്ള അദ്വൈതത്തിന്റെ കൊടി കയറിയിട്ടുള്ള ആൾക്കാരും സർവജ്ഞ പീഠ കയറിയിട്ടുള്ള ആളും സ്ത്രീയാണ് ആരാധിച്ചത്. ആ സ്ത്രീ ശക്തി സമൂഹത്തിന്റെ മൂലാധാരമാണ്. അതിനെ നമ്മൾ ഉയർത്തണം, ഉണർത്തണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ സൊസൈറ്റിക്ക് ഐശ്വര്യം കിട്ടുള്ളൂ. രാഷ്ട്രീയക്കാരാണെങ്കിലും മറ്റു മതസ്ഥരാണെങ്കിലും എല്ലാവരും ഈ ഹിന്ദുത്വത്തെ ആക്രമിക്കാൻ വേണ്ടി വരിക. ലക്ഷ്മി ആയാലും പാർവതി ആണെങ്കിലും ശാരദയാണെങ്കിലും സരസ്വതി ആണെങ്കിലും ഒക്കെ സ്ത്രീയിലാണ് ശക്തി. ആ ശക്തി ആരാധിക്കുന്നതാണ് നമ്മുടെ സംസ്കാരം. സമൂഹത്തിലുള്ള ഇപ്പോഴത്തെ പല ആൾക്കാരും വിചാരിക്കുന്നുണ്ടാവുക എന്താ പറയാ, ഇക്കണോമിക്കലി ഒരു ഗംഭീരമായിട്ടുള്ള സൊസൈറ്റി എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ എക്കണോമിക്സിനല്ല അധികം പ്രാധാന്യം കൊടുക്കുന്നത്, നമ്മൾ കൊടുക്കുന്ന കൾച്ചറിനാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ വനിതാ നവോത്ഥാനത്തിൽ രാഷ്ട്ര സേവികാ സമിതിക്ക് വഹിക്കാൻ പറ്റുന്ന പങ്ക് എത്രത്തോളം വലുതായിരിക്കും? എന്റെ ഉള്ളിലേക്ക് ഒരു പ്രാവശ്യം വന്നു നോക്കിയാൽ അവർ മനസ്സിലാവും എല്ലാ മനുഷ്യന്മാരും നന്നാവാനുള്ള കാര്യം നമ്മൾ പറയുന്നത്. ലോക സമസ്ത സുഖിനോന്നാണ് നമ്മുടെ ഫെമിനിസം എന്ന് പറയുന്ന വാക്ക് ഇന്ന് വലിയ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്കായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഫെമിനിസം എന്ന് പറയുന്നത് എന്തും ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ് പലരും അതിനെ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഭാരതീയ കാഴ്ചപ്പാടിൽ എന്താണ് ഫെമിനിസം? ഒരു ഭാരതീയ ഫെമിനിസം ഉണ്ടോ? ഒരു പരമേശ്വർജി ഉള്ള സമയത്ത് ഒരു പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ ഫെമിനിസ്റ്റുകളുടെ വലിയ മീറ്റിംഗ് നടക്കുന്നുണ്ട്, നിങ്ങൾ പോകുന്നില്ലേ? തമാശയായിട്ട് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ലാന്ന്. അപ്പൊ പരമേശ്വർജി ഞാൻ പോണില്ല. അപ്പൊ എന്താ പോവാത്ത ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു നമ്മൾ പെണ്ണുങ്ങളുടെ മാത്രം കാര്യങ്ങള് ചെയ്യുന്നതാണല്ലോ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഈ പെണ്ണുങ്ങളുടെ മാത്രം കാര്യങ്ങൾ, നമ്മൾ പെണ്ണുങ്ങളുടെ മാത്രം ഒരു ലോകത്തെ കുറിച്ച് സ്വപ്നം കാണുന്ന ആൾക്കാരല്ല. പെണ്ണുങ്ങളെ മാത്രം വളർത്തിക്കൊണ്ടുവരണം എന്നുള്ളതല്ല. പെണ്ണുങ്ങളിൽ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അച്ഛനെയും സഹോദരനെയും ഭർത്താവിനെയും കുട്ടീനെയും സ്വാധീനിക്കണം, അവരിൽ നല്ല ക്യാരക്ടർ ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നു. അപ്പൊ സൊസൈറ്റിയെ മുഴുവൻ സ്വാധീനിക്കാനും നിയന്ത്രിക്കാനുള്ള കഴിവ് സ്ത്രീകൾക്ക് ഉണ്ടാവണം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഫെമിനിസ്റ്റ് ആവാൻ പറ്റും? തീർച്ചയായിട്ടും ഒരിക്കലും പറ്റില്ലല്ലോ. ഇല്ല. പക്ഷെ നമ്മൾ ഭാരതീയ കാഴ്ചപ്പാടിൽ ഫെമിനിസം ഇല്ല. ശരിക്കും ഫെമിനിസം എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല ഭാരതീയ കാഴ്ചപ്പാടില്. അപ്പൊ അവര് പറയും ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് ശരിയല്ല. അത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ശ്ലോകമാണ് മനുവിന്റെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാതന്ത്ര്യം അർഹതി എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന സ്വാതന്ത്ര്യമല്ല മനു ഉദ്ദേശിച്ചത്. അതെ, എന്നും സ്ത്രീ റെസ്പെക്ട്ഫുൾ ആയിരിക്കണം. സൊസൈറ്റിയിലെ സ്ത്രീ എന്നും ബഹുമാനിതയായിരിക്കണം. ഇതേ ആൾക്കാരനെ ഇത് പറഞ്ഞ അതേ ആൾക്കാരനെ പറയണ്ട് സ്ത്രീകളെ പൂജിക്കപ്പെടാൻ എത്ര നാര്യാസ്തു പൂജ്യന്തേ രമന്തേ സ്തത്ര ദേവത എത്ര എത്ര ന പൂജ്യന്തേ സർവ അഫല ക്രിയ. എല്ലാ ക്രിയകളും അഫലമാണ് സ്ത്രീകളെ റെസ്പെക്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്നാണ്. അപ്പൊ ആ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളത് നമ്മുടെ സൊസൈറ്റിയിൽ പണ്ടേ ഉണ്ടായിരുന്നതാണ്. നമ്മുടെ സങ്കല്പമാണ്, ഹിന്ദുവിന്റെ സങ്കല്പമാണ് സ്ത്രീ എന്നും സുരക്ഷിതായിരിക്കണം. അതെ, കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പം നമ്മുടെ വീട്ടിലെ പൂജാമുറി അല്ലെങ്കിൽ ശ്രീചക്രം അതല്ലെങ്കിൽ അമ്പലത്തിലെ വിഗ്രഹം ഇതൊക്കെ എന്താ നമ്മൾ ചെയ്യുക? നന്നായി പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക ചെയ്യുക. കാരണം അതിൽ അമൂല്യമായിട്ടുള്ള ശക്തിയാണ്. അത് ഈ സൊസൈറ്റിയിലേക്ക് എല്ലാം കിട്ടണം. അപ്പൊ ആ കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ അവിടെ പ്രിസർവ് ചെയ്യുന്നത്. മാത്രമല്ല നമ്മുടെ അമ്പലത്തിലെ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ നടത്തുന്നത് എന്തിനാ? ഈ ശക്തിയെ ഉണർത്താനും ഉയർത്താനും വേണ്ടിയിട്ട്. അതുപോലെയാണ് സ്ത്രീ ശക്തി. ആ സ്ത്രീ ശക്തി സമൂഹത്തിന്റെ മൂലാധാരമാണ്. അതിനെ നമ്മൾ ഉയർത്തണം, ഉണർത്തണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ സൊസൈറ്റിക്ക് ഐശ്വര്യം കിട്ടുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ പറയുന്ന കാര്യം. ഇപ്പൊ ഹൈന്ദവ ആചാരങ്ങളിൽ എവിടെയും സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ സ്ത്രീ അത്രത്തോളം ശക്തിയുള്ളവർ. പക്ഷെ സ്ത്രീയെ ഹിന്ദുക്കൾ വിളിക്കുന്നത് ശക്തി എന്നാണ്. അല്ല, പിന്നെ ഹിന്ദുക്കളെ പോലെ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, അതായത് 3 പ്രധാന കാര്യങ്ങളും ധനത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ശ്രേയസിന്റെയും സ്ത്രീയുടെയും അധിഷ്ഠാന ദേവതകൾ സ്ത്രീകളാണ്. മാത്രമല്ല എത്ര വലിയ പുരുഷന്മാരും ശങ്കരാചാര്യരെ പോലുള്ള അദ്വൈതത്തിന്റെ കൊടി കയറിയിട്ടുള്ള ആൾക്കാരും പിന്നെ സർവജ്ഞ പീഠ കയറിയിട്ടുള്ള ആളും സ്ത്രീയാണ് ആരാധിച്ചത്. മനസ്സിലായോ? അദ്ദേഹമാണ് സ്ത്രീയെ ആരാധിച്ചത്. സൗന്ദര്യലഹരി എഴുതിയത് അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ എഴുതിയത്. അപ്പൊ സ്ത്രീയാണ് ശക്തി, അതിന് സംശയമില്ലാത്ത കാര്യമാണ്. ലക്ഷ്മി ആയാലും പാർവതി ആണെങ്കിലും ശാരദയാണെങ്കിലും സരസ്വതി ആണെങ്കിലും ഒക്കെ സ്ത്രീയിലാണ് ശക്തി. ആ ശക്തി ആരാധിക്കുന്നതാണ് നമ്മുടെ സംസ്കാരം. ആ ശക്തി ആരാധിക്കപ്പെടണം. അപ്പൊ നമ്മുടെ സമൂഹത്തിലും സ്ത്രീ
മാനിക്കപ്പെടണം. ഒരിക്കലും സ്ത്രീനെ അപമാനിച്ചാൽ ആ രാഷ്ട്രത്തിന് ഒരിക്കലും ശ്രേയസ് ഉണ്ടാവില്ല. ഇപ്പൊ നമ്മള് പണ്ട് കാലത്ത് സ്വയംവരമാണ് കല്യാണങ്ങൾക്ക് പകരം ഉണ്ടായിരുന്നത്. സ്വയംവരം എന്ന് പറയുമ്പോൾ അവിടെ ആരെ കല്യാണം കഴിക്കുന്നത് എന്നുള്ള തീരുമാനം സ്ത്രീയാണ് തീരുമാനിക്കുന്നത്. സ്ത്രീയാണ് തീരുമാനിക്കുന്നത്. ആ സ്വാതന്ത്ര്യം ഇന്ന് പല മതങ്ങളിലും സ്വാതന്ത്ര്യമേ ഇല്ല. എന്നിട്ടാണ് ഇതിനെ പറയുന്നത് പോലെ തോന്നാറില്ലേ? അതെ, തീർച്ചയായിട്ടും മറ്റുള്ളവരെ കുറ്റം പറയുക. അതും ഓരോ ഭാഗങ്ങൾ അടർത്തിയെടുത്തിട്ട്, ഏതെങ്കിലും ചെറിയ ഭാഗങ്ങൾ അടർത്തിയെടുത്തിട്ട് മറ്റുള്ളതിനെ എന്ന് പറയില്ല, ഹിന്ദുത്വത്തെ ആക്രമിക്കുക. എല്ലാ ഭാഗത്തും രാഷ്ട്രീയക്കാരാണെങ്കിലും മറ്റു മതസ്ഥരാണെങ്കിലും എല്ലാവരും ഈ ഹിന്ദുത്വത്തെ ആക്രമിക്കാൻ വേണ്ടി വരിക. നമ്മൾ അങ്ങോട്ടേക്ക് അവരൊക്കെ ഒരു ഉപദ്രവം ചെയ്യുന്നില്ല. നമ്മൾ നമ്മളെ കാര്യം നോക്കി നടക്കുന്നുള്ളൂ. പക്ഷെ എന്നാലും എന്താണെന്നറിയില്ല, ഇവരെല്ലാവരും നമ്മുടെ ഹിന്ദുത്വത്തിന്റെ മുകളിലേക്കാണ് കയറാൻ വരുന്നത്. അത് വല്ലാത്തൊരു സങ്കടമുള്ള അവസ്ഥയാണ് ശരിക്ക്. തിരിച്ചു വീണ്ടും സേവികാ സമിതിയിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ് രാഷ്ട്ര സേവികാ സമിതിയുടെ ഒരു സംഘടനാ രീതികൾ എങ്ങനെയാണ് വരുന്നത്? ഒരു ഘടന എങ്ങനെയാണ്? സംഘടനാ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ നിലയ്ക്ക് ഇപ്പൊ കേന്ദ്രത്തിലുള്ള ഏറ്റവും ഉയർന്ന ആള് ഇപ്പൊ സർസംഘചാലക് എന്നുള്ള ഭാര്യ പ്രമുഖ സഞ്ചാലിക എന്നാണ് നമ്മുടെ പോസ്റ്റ്. അതാണ് ആദ്യത്തെ പോസ്റ്റ്. അതിന്റെ താഴെ 2, 3, 4 കാര്യവാഹികമാരുണ്ടാവും അവരെ സഹായിക്കാൻ. മിക്കവാറും അവര് കുറച്ച് പ്രായമുള്ള ആൾക്കാരായിരിക്കും. കുറച്ചു കാലം ട്രെയിനിങ് വെച്ചാൽ ചെറിയ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ പഠിച്ച് ഓരോ സ്റ്റേജ് കിടക്കുമ്പോഴേ അവിടേക്കൊക്കെ എത്തുള്ളൂ. അപ്പോ അതുകൊണ്ട് അവരെ സഹായിക്കാൻ ഒരു 4 പേരുണ്ടാവും. പിന്നെ അതാണ് മെയിൻ ഇത്. അതിന്റെ താഴെ നമുക്ക് ഒരുപാട് പോസ്റ്റുകൾ ഉണ്ട്. അതായത് ബൗദ്ധിക കാര്യവാഹിക, അതായത് ബുദ്ധിപരമായ കാര്യങ്ങൾ, ശാരീരിക് പ്രമുഖ, ബൗദ്ധിക് പ്രമുഖ, ശാരീരിക് പ്രമുഖ, വ്യവസ്ഥാ പ്രമുഖ, പിന്നെ തരുണി പ്രമുഖ, നിധി പ്രമുഖ, അങ്ങനെ ഓരോന്നിനും ഓരോ സെക്ഷൻ ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റ്, ഏകദേശം ഒരു 10 ഡിപ്പാർട്ട്മെന്റോളം ഉണ്ട് ഇതിന്റെ കീഴില്. അപ്പൊ ഇതിങ്ങനെ സംസ്ഥാനത്തിലേക്ക് വരുമ്പോ ഓരോ സംസ്ഥാനത്തിനും ഒരു സഞ്ചാലിക, ഒരു കാര്യവാഹിക ഉണ്ടായിരിക്കും. പിന്നെ ഇതേ പോസ്റ്റ് ബൗദ്ധിക, ശാരീരിക, സേവ, നിധി, തരുണി, ഇങ്ങനെ എല്ലാത്തിനും ഓരോ പ്രമുഖന്മാരും സംസ്ഥാന തലത്തിൽ ഉണ്ടാവും. തീർന്നിട്ടില്ല, സംസ്ഥാന തലം കഴിഞ്ഞ് ജില്ലാ തലത്തിൽ ഉണ്ടാവും. ജില്ലാ തലത്തിൽ ഈ എല്ലാ പോസ്റ്റും ഉണ്ടാവും. നമ്മൾ ഫുൾ ടോളി തികഞ്ഞോ എന്നാണ് നമ്മൾ ചോദിക്കുക. ഇതൊരു ടോളിയാണ്. അപ്പൊ ഫുൾ ടോളി തികഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഫുൾ ടോളി ശരിയാക്കണം, അത് നമ്മുടെ നിർബന്ധം. അത് കഴിഞ്ഞ് ഈ ജില്ലാ ലെവൽ കഴിഞ്ഞ താലൂക്ക് ലെവലിൽ വരെ നമുക്ക് ഇതിനൊക്കെ പ്രമുഖന്മാരുണ്ടാവും. അതും കഴിഞ്ഞ ശാഖയിലത്തെ ഏറ്റവും പ്രമുഖൻ മുഖ്യ ശിക്ഷികനാണ്, മുഖ്യ ശിക്ഷിക എന്നാണ്. അപ്പൊ സഹശിക്ഷിക 2 പേരുണ്ടാവും. ചിലപ്പോ ഒരാൾക്ക് വരാൻ പറ്റിയില്ലെങ്കിലൊക്കെ സഹശിക്ഷിക ഉണ്ടാവും. പിന്നെ അവിടെ ഇതേപോലെ ഉണ്ടാവും ബൗദ്ധിക, ശാരീരിക, വ്യവസ്ഥ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ എന്താ വെച്ചാൽ എല്ലാ ദിവസവും ശാഖയിൽ ആള് വന്നിട്ടില്ലെങ്കിൽ അതിനെ കൊണ്ടുവരേണ്ട വ്യവസ്ഥ പ്രമുഖനാണ്. പിന്നെ അവിടുത്തെ ഉത്സവങ്ങൾ വരുമ്പോ ഇപ്പൊ റൂട്ട് മാർച്ച് പോലുള്ള പരിപാടികളൊക്കെ വിജയദശമിക്ക് ഉണ്ടാവുമ്പോ അത് നടത്താൻ വേണ്ട ട്രെയിനിങ് കൊടുക്കേണ്ടത് ശാരീരിക പ്രമുഖാണ്. പിന്നെ ബുദ്ധിപരമായിട്ടുള്ള അവർക്ക് വികാസത്തിന് വേണ്ട കഥ, പാട്ട്, അങ്ങനെ പലതും, ബൗദ്ധികള്, അങ്ങനെ പലതും, ചർച്ചകള് പലതും ഉണ്ടാവും, പരിപാടികള്. ആ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നത് ബൗദ്ധിക പ്രമുഖാണ്. പക്ഷെ അതിന്റെ അവിടുന്ന് വരുന്ന സർക്കുലർ, കേന്ദ്രത്തിൽ നിന്ന് വരുന്ന സർക്കുലർ ഓരോ ജില്ലയിൽ, ഓരോ സംസ്ഥാനത്ത് വരും. സംസ്ഥാനത്ത് നിന്ന് ജില്ലയിൽ വരും, ജില്ലയിൽ നിന്ന് താലൂക്ക് വരും, താലൂക്കിൽ നിന്ന് ശാഖയിൽ വരും. അങ്ങനെ ഒരു ചെയിനായിട്ടാണ് ഇത് പ്രവർത്തിക്കുക. കേരളത്തിൽ എത്രത്തോളം ശാഖകളുണ്ട് രാഷ്ട്രീയ? നേരത്തെ കേരളത്തിൽ വളരെ കൂടുതൽ ഒരുപാട് ശാഖകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ കുട്ടികൾക്ക് ട്യൂഷൻ, ഈ എൻട്രൻസ് പരീക്ഷ എഴുതല്, ഞാനൊക്കെ ഉള്ള സമയത്ത് നിത്യശാഖയായിരുന്നു. ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഡെയിലി ശാഖയായിരുന്നു. ഇപ്പൊ സേവികാ സമിതിക്ക് ആഴ്ചയിലാണ് ശാഖ ഉള്ളൂ. പിന്നെ പണ്ട് എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാ വേനൽക്കാലത്തും ഇപ്പോഴും ശിബിരങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അത് 100, 120 പേരൊക്കെ പങ്കെടുത്തു. ഇപ്പൊ 45, 50, 60 മാക്സിമം വരുന്നുള്ളൂ. കാരണം കുട്ടികൾക്കൊക്കെ വെക്കേഷനിൽ പോലും ക്ലാസ്സും പരീക്ഷയും അതും ഇതൊക്കെ ആയതുകൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും ഒരു 65, 75ഓളം ശാഖകൾ നമുക്ക് ഉണ്ട്, ഓരോ സ്ഥലത്തുണ്ട്, ഓരോ ജില്ലകളിലായിട്ട് ഒരു 10, 12 അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ എല്ലാം വീക്ക്ലി ശാഖകളാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തി കുറവാണ്. കാരണം നിത്യേന കിട്ടുന്ന ട്രെയിനിങ്ങും വീക്ക്ലി വൺസ് കിട്ടുന്ന ട്രെയിനിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. എങ്ങനെ രാഷ്ട്ര സേവികാ സമിതിയിൽ ഒരു അംഗമാകാം? രാഷ്ട്ര സേവികാ സമിതിയിൽ അംഗമാകാൻ പ്രത്യേകിച്ച് റെസീറ്റോ പൈസ കൊടുക്കുക, മെമ്പർഷിപ്പോ ഒന്നുമില്ല. ശാഖ എവിടെയാണെന്ന് അന്വേഷിക്കുക. നമ്മളെ വീടിനടുത്ത് എവിടെയാണ് ശാഖ ഉള്ളതെന്ന് അന്വേഷിക്കുക. ആ ശാഖയിൽ ആ സമയത്ത് എത്ര മണിക്കാണ് ശാഖ, 1 മണിക്കൂറാണ് ശാഖ പരിപാടി ഉണ്ടാവുക. മിക്കവാറും ഈവനിങ്ങുകളിലാണ് ഉണ്ടാവുക. 3 to 4 or 4 to 5 ആണ് ഉണ്ടാവുക.
ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും വീടുകളിലോ, സ്ത്രീകളുടേതായോണ്ട് പണ്ടൊക്കെ അമ്പലത്തിന്റെ അവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ അമ്പലത്തിന്റെ അവിടെ പറ്റില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഹാളിലോ അല്ലെങ്കിൽ വീടുകളിലോ നമുക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലത്തായിരിക്കും ശാഖ ഉണ്ടാവുക. ആ ശാഖയിൽ നമ്മൾ പോവുക, എന്നിട്ട് ഞാൻ ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ അവരെ നമ്മൾ കൂട്ടും അതിൽ. അങ്ങനെയാണ് ശാഖയിൽ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു ഇതുമില്ല, ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ഇപ്പൊ രാഷ്ട്രസേവിക സമിതിയുടെ ഭാഗമായിട്ട് നടക്കുന്ന അഖില ഭാരതീയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൂടി. അഖില ഭാരതീയ പ്രവർത്തനങ്ങളൊക്കെ ഇതേപോലെ തന്നെയാണ്. നമുക്ക് പ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാല് എല്ലാ കൊല്ലവും 3 ക്യാമ്പുകൾ ഉണ്ടാവും. ഒന്ന് ഗ്രീഷ്മകാല ശിബിരം എന്ന് പറഞ്ഞിട്ട് ക്രിസ്മസ് വെക്കേഷനിലെ 7 ദിവസം നിൽക്കുന്ന ക്യാമ്പാണ്. പിന്നെ ലോങ് വെക്കേഷന്റെ സമയത്ത് 15 ദിവസം നിൽക്കുന്ന ക്യാമ്പ്. അതാണ് നമ്മൾ ഈ സാധാരണ സംസ്ഥാനങ്ങളിൽ നടക്കുക. ഇതിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ അഖില ഭാരതീയ അടിസ്ഥാനത്തിൽ നാഗപ്പൂരിൽ വെച്ചിട്ടാണ് 3rd ഇയർ OTC എന്ന് പറയും, 3ാം വർഷ പരിശീലനം. അത് സാധാരണ ഇതൊക്കെ 15 ദിവസമാണ്, അത് 25 ദിവസമാണ്. നാഗപ്പൂരിൽ പോയിട്ട് കേന്ദ്ര കാര്യാലയത്തിൽ താമസിച്ചുകൊണ്ടാണ് ട്രെയിനിങ് ഉണ്ടാവുക. അത് കഴിഞ്ഞാലാണ് നമ്മൾ ഇതിൽ പ്രചാരികമാരുണ്ട്, ഫുൾ ടൈം വർക്കേഴ്സ് ഉണ്ട്. ഇപ്പൊ പണി വേണ്ടാന്ന് വെച്ചിട്ട്, ജോലി വേണ്ടെന്ന് വെച്ചിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുന്ന പ്രവർത്തകർക്ക് അതോടുകൂടി അവർക്ക് ഓരോ ചുമതല കൊടുക്കും. ഇപ്പൊ ഓരോ കേരളത്തിന് ഒരു പ്രചാരിക, തമിഴ്നാട്ടിന് പ്രചാരിക, അങ്ങനെ ഏരിയയ്ക്ക് അനുസരിച്ച് നമ്മൾ പ്രചാരിക കൊടുക്കും. അതാണ് സമിതിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പരിപാടി. പിന്നെ മറ്റൊന്ന് എന്താണ്, ഇപ്പൊ സംബന്ധിച്ചിടത്തോളം സേവാ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ധാരാളം മെഡിക്കൽ ക്യാമ്പുകളും ഒരുപാട് സേവാ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആശുപത്രികളിൽ ഭക്ഷണം കൊടുക്കുക, അതേമാതിരി വസ്ത്രങ്ങൾ തയ്ച്ചു കൊടുക്കുക, തയ്യൽ പഠിപ്പിക്കുക, യോഗ പഠിപ്പിക്കുക, അങ്ങനെ ഒരുപാട് പരിപാടികൾ നമ്മൾ സേവയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതല്ലാതെ നമ്മൾ ഉത്സവങ്ങളൊക്കെ നടത്തുക. ഇപ്പൊ ഗുരുപൂജ, അങ്ങനെ 5 ഉത്സവങ്ങളുണ്ട്. മകരസംക്രാന്തി, ഗുരുപൂജ, ഈ പിന്നെ എന്താണ് ഈ വിജയദശമി, അങ്ങനെയുള്ള പരിപാടി ഉണ്ട്. ഇപ്പൊ ഈ എല്ലാ വർഷവും നമുക്ക് അഖില ഭാരതീയ അടിസ്ഥാനത്തിൽ ശാരീരിക ക്യാമ്പുകൾ വരും. അപ്പൊ ഈ ഘോഷ് അങ്ങനത്തെ എല്ലാ നമ്മൾ ഈ ശാഖയിൽ പഠിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും മറ്റുള്ളവർക്ക് പഠിപ്പിക്കാനുള്ള ട്രെയിനിങ് നമ്മൾ അവർക്ക് കൊടുക്കും. അപ്പൊ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ വരും. പിന്നെ പുസ്തക പ്രകാശന വിഭാഗം ഉണ്ട് നമുക്ക് നമ്മുടെ ആദർശം. അപ്പൊ എത്രയോ പുസ്തകങ്ങൾ ഓരോ വർഷവും നമ്മൾ പുസ്തകങ്ങൾ ഇറങ്ങും. പിന്നെ മാസം മാസികകൾ അടിച്ച് നമ്മൾ അയക്കുന്നുണ്ട്, സ്മരണികകൾ ഇറക്കുന്നുണ്ട്. അങ്ങനത്തെ പബ്ലിസിറ്റിയുടെ ആ വർക്കുകളുണ്ട്. പിന്നെ സ്വയം തൊഴിൽ കണ്ടെത്തണം, ആ പരിപാടികളാണ്. ഇപ്പൊ എല്ലാ സംസ്ഥാനത്തും തമിഴ്നാട്ടിലൊക്കെ വളരെ വ്യാപകമായിട്ട് ഉണ്ട്. എങ്ങനെയാ വെച്ചാല് സേവികാ സമിതി നടത്തുന്ന പല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന കേന്ദ്രങ്ങള്, തയ്യൽ കേന്ദ്രങ്ങള്, അങ്ങനെ ഒരുപാട് അതാത് സ്ഥലത്തെ എന്താണോ യോജിക്കുക അങ്ങനെ. ഇപ്പൊ കേരളത്തില് സേവികാ സമിതിയെ സംബന്ധിച്ചിടത്തോളം ആലുവയിലാണ് നമ്മുടെ കാര്യാലയം, പ്രാന്ത കാര്യാലയം. അത് ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മുടെ ഈ ഇവിടുന്ന് എന്താ പറയാ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്ന് ധനസഹായത്തോട് കൂടിയിട്ട് ഒരു നമ്മള് ഷെൽട്ടർ ഹോം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന അമ്മമാർക്ക് പോവാൻ സ്ഥലമില്ലാത്ത അമ്മമാരുണ്ടാവും, പിന്നെ വിധവകളായിട്ടുള്ള സ്ത്രീകൾ ഉണ്ടാവും കുട്ടികളെ കൊണ്ട്. അപ്പൊ അവർക്കൊക്കെ രക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 3 ഫ്ലോറുള്ള കെട്ടിടം ഇവരുടെ സഹായത്തോട് കൂടി നമ്മൾ ഉണ്ടാക്കി. നേരത്തെ നമുക്ക് ഒരു 2 ഫ്ലോറുള്ള കെട്ടിടം ഉണ്ട്. അവിടെ കുട്ടികളെ നമ്മൾ ബാലിക സദനം നടത്തുന്നുണ്ട്, കുട്ടികളെ ഇതാക്കുന്നുണ്ട്. പിന്നെ അവിടെ നമ്മൾ ഒരുപാട് സ്ത്രീകളെക്ക് വേണ്ടിയിട്ട് 28 തയ്യൽ മെഷീനൊക്കെ ഇട്ടുള്ള തയ്യൽ സെന്റർ നടത്തുന്നുണ്ട്. പിന്നെ ഈ പിക്കിൾസ് ഒക്കെ ഉണ്ടാക്കുക, കൊണ്ടടങ്ങുന്നുണ്ട്, അങ്ങനത്തെ പണികൾ കുറെ സ്ത്രീകൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ അരിമാവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് പ്രോഡക്ട്സ്, രുക്മിണി സ്മൃതി ഫുഡ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ കാര്യാലയം ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. വിട്ടുപോയതാണ് ഇടയ്ക്ക്. നമ്മള് ഫുൾ ടൈമറൊക്കെ ആയിട്ട് ഇതിലേക്ക് ഇറങ്ങും, അല്ലെങ്കിൽ കാര്യവാഹികൊക്കെ ആയിരുന്ന സമയത്ത് ഡോക്ടർ കൂടിയാണല്ലോ. എന്തായാലും തിരക്കുള്ള ജീവിതത്തിൽ നിന്ന് മറ്റൊരു തിരക്കിലേക്കാണ്. അപ്പൊ അതിനുള്ള ഒരു ഫാമിലിയുടെ ഒരു സപ്പോർട്ട് അങ്ങനെ. ഞാൻ ആദ്യം തന്നെ ഞാൻ സേവിക സമിതിയിൽ പോയ ആളായോണ്ട് വീട്ടിൽ എന്റെ കല്യാണം ആലോചന തുടങ്ങിയപ്പോ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു RSSകാരനെ മാത്രമേ കല്യാണം കഴിക്കൂ, വേറെ ആരും കല്യാണം കഴിക്കില്ലാന്ന്. അപ്പൊ വീട്ടുകാരെ അങ്ങനെ തെരഞ്ഞു പിടിച്ചിട്ട് ഒരു RSSന്റെ പ്രചാരകൻ ആയിരുന്ന ഒരാളെ എന്നെ കല്യാണം കഴിച്ച്. RSS പ്രചാരകനായിരുന്നു എന്റെ ഹസ്ബൻഡ്. അടിയന്തരാവസ്ഥയിൽ ജയിലിലൊക്കെ കിടന്ന ആളാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ കേസരിയിലാണ് ജോലി ചെയ്ത് സബ് എഡിറ്ററായിട്ട്. അപ്പൊ വീട്ടിൽ നിന്നുള്ള എല്ലാ സപ്പോർട്ടും ആദ്യം തന്നെ ഞാൻ ഉറപ്പാക്കിയിട്ടാണ് പുറപ്പെട്ടിട്ടുള്ളൂ. പിന്നെ അതേമാതിരി എന്റെ മകൻ, എനിക്ക് ഒരു ആൺകുട്ടിയാണുള്ളത്. ആ മകനെ ഏകദേശം 5 വയസ്സായപ്പോ തന്നെ വേദവ്യാസ സ്കൂളിലാണ്, പാലക്കാട് വേദവ്യാസ സ്കൂളിൽ വിട്ടിട്ടാണ് പഠിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് വീട്ടിലത്തെ അന്തരീക്ഷം ഞാൻ മാക്സിമം ശ്രദ്ധിച്ച് എനിക്ക് അനുകൂലാക്കി ചെയ്തിട്ടുണ്ട്. അപ്പൊ മകനാണെങ്കിലും ഭർത്താവാണെങ്കിലും ഒന്നും പോയിക്കോളാനല്ലാതെ പോണ്ടെന്നുള്ളത് അറിയില്ല. എന്റെ ആരോഗ്യ പ്രശ്നം കൊണ്ട് ഞാൻ ഇപ്പൊ കുറച്ച് യാത്ര കുറച്ചു.
അത്രയും. ഒരു സ്ത്രീ എന്ന നിലയിൽ വനിതാ നവോത്ഥാനത്തിൽ രാഷ്ട്ര സേവികാ സമിതിക്ക് വഹിക്കാൻ പറ്റുന്ന പങ്ക് എത്രത്തോളം വലുതായിരിക്കും, അതെങ്ങനെയാണ് കാണുന്നത്? അതിന് സംശയമില്ല. കാരണം എന്താ വെച്ചാല് നവോത്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ചിലപ്പോ സമൂഹത്തിലുള്ള ഇപ്പോഴത്തെ പല ആൾക്കാരും വിചാരിക്കുന്നുണ്ടാവുക ഒരു എന്താ പറയാ ഇക്കണോമിക്കലി അതെ, ഒരു ഗംഭീരമായിട്ടുള്ള സൊസൈറ്റി എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ എക്കണോമിക്സിനല്ല അധികം പ്രാധാന്യം കൊടുക്കണത്, നമ്മൾ കൊടുക്കുന്ന കൾച്ചറിനാണ്. ഹിന്ദു കൾച്ചർ അല്ലെങ്കിൽ സ്ത്രീകളില് പൊതുവേ ഇപ്പൊ ഹിന്ദുക്കളിൽ മാത്രമല്ല പറയണത്, പൊതുവെ സൊസൈറ്റിയിലുള്ള സ്ത്രീകള് ക്രിസ്ത്യാനി ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ വേറെ ആരും ആയിക്കോട്ടെ, അവർക്കൊരു സ്ത്രീകൾക്ക് ഒരു കൾച്ചർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരിക്കണം. അതിപ്പോ ഈ ഭാരതത്തിൽ ജീവിക്കുന്ന മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആണെങ്കിലും ഭാരതത്തിന്റെ കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ടോട്ടലാണ്. അപ്പൊ നമ്മുടെ പ്രവർത്തനം വെറും ഹിന്ദുക്കളുടെ വീടുകളിൽ മാത്രമല്ലാതെ സൊസൈറ്റിയിലേക്ക് ഫുള്ളായിട്ട് സ്പ്രെഡായിട്ട് നമ്മൾ വരണം എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം. അങ്ങനെ ഇപ്പോഴത്തെ സമയം ആയതുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും കാര്യങ്ങൾ അറിയാൻ തുടങ്ങി. മറ്റേ നമ്മളെ അറിയിപ്പിക്കാത്ത കൊണ്ട് നമ്മൾ ആരും നമ്മളെ വന്നിരുന്നില്ല. ഇപ്പൊ നമുക്ക് ധാരാളം മുസ്ലിങ്ങളായിട്ടുള്ള സപ്പോർട്ടേഴ്സും ക്രിസ്ത്യാനികളായിട്ടുള്ള സപ്പോർട്ടേഴ്സും ഒക്കെ ഉണ്ട്. പിന്നെ അതേമാതിരി ആര്യ സമാജം പോലുള്ള അവരും നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നമുക്ക് കുറച്ച് ധാരാളം ഒരു എന്താ പറയാ ഫീൽഡ് കിട്ടിയ മാതിരിയാണ് ഇപ്പൊ. ഇതര മതങ്ങളിൽ നിന്നുള്ളവരൊക്കെ വന്നിട്ട് സംസാരിക്കാറുണ്ടോ സേവികാ സമിതിയെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും സംസാരിക്കാറുണ്ട്. എത്രയോ പ്രാവശ്യം നമ്മളോട്. കാരണം മലപ്പുറം ജില്ലയിൽ നിന്ന് വന്ന ആളാണ്. അപ്പൊ ചോദിക്കും നിങ്ങൾ ഹിന്ദുക്കൾ മാത്രം നന്നായി മതിയോ, ഞങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറയും നിങ്ങൾ വന്നോളൂ, പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം വേണം, നിങ്ങൾ ഈ രാജ്യത്തോട് സ്നേഹം വേണം. നിങ്ങൾ ഈ ജീവിക്കുന്നത് ഇവിടെ അല്ലേ, അപ്പൊ ഈ രാജ്യത്തോട് നിങ്ങൾ സ്നേഹിക്കണം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുമ്പോൾ നിങ്ങളുടെ വീടിനെ സ്നേഹിക്കില്ലേ, അതേപോലെ നിങ്ങൾ ഈ ഭാരതത്ത് താമസിക്കുമ്പോൾ ഈ ഭാരതത്തോട് സ്നേഹം വേണം, എന്നാൽ നമ്മുടെ കൂടെ കൂടാന്ന് പറയും. ഉണ്ട്, വന്ന ആൾക്കാരുണ്ട്. വന്ന ആൾക്കാർ മാത്രല്ല, അവര് നമ്മുടെ ചുമതലയിൽ പോലും ഉണ്ട്. അത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കം കൂടിയാണ്. സംശയമില്ല, നമ്മുടെ ചുമതല പോലും എടുക്കുന്നു. അപ്പൊ അവർക്ക് അതിൽ ഇംപ്രസ്ഡ് ആയതുകൊണ്ടാണല്ലോ നമ്മളൊരു ദോഷമൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ള എന്റെ ഒരു തെളിവാണത്. കാരണം നമ്മൾ നല്ല മനുഷ്യനാവാനാണല്ലോ നമ്മൾ പറയുന്നത്. ഒരു അത് വെറുതെ പറയണേ. അത് ശരിക്കും ഇതിനെ പറ്റി അറിയാതെ പുറത്തുനിന്ന് ഇങ്ങനെ കുറെ കമന്റ്സ് പാസ്സാക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതിന്റെ ഉള്ളിലേക്ക് ഒരു പ്രാവശ്യം വന്നു നോക്കിയാൽ അവർ മനസ്സിലാവും എല്ലാ മനുഷ്യന്മാരും നന്നാവാനുള്ള കാര്യം നമ്മൾ പറയുന്നത്. ലോക സമസ്ത സുഖിനോ എന്നാണ് നമ്മുടെ RSS ഒരു ശാഖയിലേക്ക് വന്നു നോക്കൂ എന്നിട്ട് സംസാരിക്കൂ. അതെ പറയണത്. അതന്നെ നമുക്കും പറയാനുള്ളത്. ആദ്യം നമ്മുടെ ശാഖയിൽ വരൂ, അപ്പൊ ഞങ്ങൾ എന്താ പറഞ്ഞു കൊടുക്കണമെന്ന് മനസ്സിലാവും. ആൾക്കാർക്ക് നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കണമെന്ന് മനസ്സിലാവും. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തുടർന്നോളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഈ ഒക്ടോബർ മാസത്തില് 86-ാം വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. പക്ഷെ ഈ 86-ാം വർഷം നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്, നമ്മുടെ 80-ാം വർഷം വളരെ ഡൽഹിയിൽ വലിയ ഗംഭീര അഖിലേന്ത്യാ പരിപാടിയായിട്ട് ഗംഭീർ റൂട്ട് മാർച്ചൊക്കെ ആയിട്ട് നടത്തി. പക്ഷെ 86-ാം വർഷം നമ്മൾ സംഘത്തിന്റെ 100-ാം വർഷമല്ലേ. അപ്പൊ അതുകൊണ്ട് സേവികാ സമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങളും സംഘത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംഘത്തിന്റെ പ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സംഘടനാപരമായിട്ട് എന്താ ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വർഷത്തെ നമ്മുടെ പ്രോഗ്രാം. എന്തായാലും ഒരുപാട് സന്തോഷം.